നമുക്ക് ബൈബിൾ തുറക്കാം. 2 വേദവാക്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ആ 2 വചനങ്ങൾ നിന്നായിരിക്കും ഇന്ന് ശുശ്രൂഷിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യവും 41-ാം വാക്യവും നമുക്ക് വായിച്ചു കേൾക്കാം. മാർക്ക് ചാപ്റ്റർ 4 verse 39 and 41. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. വാക്യം 41. അവർ വളരെ ഭയപ്പെട്ടു. ആര്? ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് അനുവദിക്കപ്പെട്ട സമയം ദൈവവചനം വിവരിക്കുവാൻ പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവും ശിഷ്യന്മാരോടും ജനത്തോടും കർത്താവിന്റെ രാജ്യം എന്താണെന്ന് കർത്താവ് പഠിപ്പിക്കുക. അതിനെല്ലാം ദൈവം തെരഞ്ഞെടുത്തത് ഉപമകളിലൂടെയാണ് കർത്താവ് എല്ലാം പഠിപ്പിച്ചത്. ഉപമയ്ക്ക് ദൈവം തെരഞ്ഞെടുത്തത് നമ്മുടെ കിച്ചണും നമ്മുടെ വസ്തുവും നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നതിനെയാണ് ഉപമകൾക്കായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം, സ്വർഗരാജ്യം ഹല്ലേലൂയ സ്തോത്രം വലയോട് സദൃശ്യം, സ്വർഗരാജ്യം. അങ്ങനെ എല്ലാം നമ്മുടെ കണ്ണും, ഞാൻ പറയുന്ന സത്യത്തിൽ ഈ ഉപമയെല്ലാം മലയാളിക്ക് വേണ്ടി പറഞ്ഞതാണ്. കാരണം വേറെ രാജ്യക്കാർക്ക് പിടികിട്ടുന്നതിലും കൂടുതൽ നമുക്ക് പിടികിട്ടും. അങ്ങനെ ഉപമകൾ കർത്താവിന്റെ രാജ്യം എന്താന്ന് നമ്മുടെ ഉള്ളിൽ പതിയണം. അതായിരുന്നു യേശുവിന്റെ പ്രസംഗം. അങ്ങനെ യേശു ഉപമ പറഞ്ഞപ്പോ വിത്തിന്റെ ഉപമ പറഞ്ഞു. വഴിയരികിൽ വീണ വിത്ത്, മുള്ളിനിടയിൽ വീണ വിത്ത്, സ്തോത്രം പാറസ്ഥലത്ത് വീണ വിത്ത്, നല്ല നിലത്ത് വീണ വിത്ത്. അതെല്ലാം കർത്താവ് ശിഷ്യന്മാര് പറഞ്ഞു ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. വിവരിക്കാൻ പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതെല്ലാം വിവരിച്ചു കൊടുത്തു. താഴോട്ട് വന്നപ്പോ പെട്ടെന്ന് ആ ഉപമകളെല്ലാം പറഞ്ഞു കർത്താവ് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം എന്ന് കർത്താവ് പറഞ്ഞു. ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞതല്ല, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നാം അക്കരയ്ക്ക് പോകാം. ശുശ്രൂഷയുടെ തിരക്ക് കൊണ്ടൊക്കെ വള്ളത്തെ കയറിയപ്പോഴേ യേശു പടകിന്റെ അമരത്ത് ഒന്ന് ഉറങ്ങാൻ തുടങ്ങി. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഉറങ്ങിയുള്ള യാത്രയും ടെൻഷൻ അടിച്ചുള്ള യാത്രയും രണ്ടാണ്. സ്തോത്രം. ഈ നമ്മളൊക്കെ ലോങ് ട്രിപ്പ് പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇച്ചിരി സീറ്റ് ചായച്ചിട്ട് കിടന്ന് ഉറങ്ങും. അത് ഈ ശാന്തമായ മനസ്സ് അങ്ങനെ ഉറക്കം കിട്ടത്തുള്ളൂ. ഇന്നലെ രാത്രി ഉറങ്ങിയ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചു പേരുണ്ടെന്ന് പറയും. കുറച്ചു പേര് 3 മണിക്കും പച്ചവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഉറക്കം ലഭിക്കുന്നില്ല. പക്ഷെ കർത്താവ് ആ വള്ളത്തെ കടന്ന് ഉറങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ യാത്രയുടെ സുഖത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാറ്റ് അവർ പോകുന്ന വഴിയാത്രയിൽ വെളിപ്പെട്ടു. കാറ്റിന്റെ ആഘാതത്താൽ തിര പൊങ്ങിത്താഴുക കൊണ്ട് പടകിനകത്തേക്ക് വെള്ളം കയറാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സ്തോത്രം. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കർത്താവ് പറഞ്ഞിട്ടിറങ്ങിയ യാത്രയിൽ, കർത്താവിനോട് കൂടെയുള്ള യാത്രയിൽ ഇത്ര വലിയ കാറ്റടിച്ചെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നവരുടെ കാര്യം എത്ര അപകടകരമായിരിക്കും. സ്തോത്രം. അപ്പൊ കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് കൂടെ ആ വള്ളത്തിലുണ്ട്. കർത്താവ് അല്പനേരം ഒന്നുറങ്ങിപ്പോയി. ആ സമയത്ത് അതിശക്തമായ ഒരു ചുഴലിക്കാറ്റ് അവരുടെ യാത്രയിൽ അടിച്ചു. വള്ളം നിയന്ത്രണം വിട്ട് കറങ്ങാൻ തുടങ്ങി. വള്ളത്തിൽ വെള്ളം കയറാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ ഉള്ളിൽ ഭയം വ്യാപരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ ഇനി ഒരു ദൂതിലോട്ട് വരിക. നിന്റെ സ്വസ്ഥത
ഏതു കാറ്റിനെയും ശാസിക്കാൻ അധികാരമുള്ളവന്റെ പേരാ യേശു. ഒരാമയും വരുന്നില്ല. നീ നിയന്ത്രിക്കാൻ നോക്കിയിട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത മേഖലകളെ വാക്കുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവം ഒരു കാര്യം സംസാരിക്കുന്നു. നിന്റെ സ്വസ്ഥത കെടുത്തുന്ന ചില പ്രതിബന്ധങ്ങളെ ഇന്ന് എൻ്റെ ദൈവം ശാസിക്കുന്ന ദിവസമാണ്. ചില പ്രതികൂലത്തിനകത്തേക്ക് ദൈവം ഇറങ്ങാൻ പോകുകയാണ്. ചില സുഗമമായ യാത്രക്കെതിരെ അലയടിച്ചുയരുന്ന ചില കാറ്റുകളുടെ മുൻപിൽ എന്റെ ദൈവം ഒന്ന് എഴുന്നേക്കാൻ പോവാ. ഞാനിവിടെ നിന്നോടെ ആത്മീക ദൂതിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. നമ്മൾക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. വലിയ ചുഴലിക്കാറ്റ് അവരുടെ പടകിന് നേരെ അടിച്ചു. ബൈബിൾ പഠിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന പല തരത്തിലുള്ള കാറ്റുകളുണ്ട്. പടകിൽ തിര പൊങ്ങി താഴുന്നെങ്കിൽ ശാന്തമായ കടലിനെ ഇളക്കുന്നത് കാണാൻ കഴിയാത്തൊരു കാറ്റാണ്. കടൽ ശാന്തമായി കിടക്കേണ്ടതാണ്. അതിനെ ഇളക്കി മറിക്കുന്നത് കണ്ണിന് കാണാൻ വയ്യാത്തൊരു കാറ്റാണ്. കർത്താവിന്റെ പ്രത്യേകത അവൻ തിരമാലകളെ അല്ല ശാസിക്കുന്നത്, തിരമാലകളെ ഇളക്കി വിട്ട കാറ്റിനെ കർത്താവ് ശാസിക്കുക. ഞാനിവിടെ നിന്നോടൊരു വെളിപ്പാടൂടെ പറയാം. നിന്റെ ജീവിതത്തിന്റെ സുഗമമായ അന്തരീക്ഷത്തെ വല്ലാതെ ഒലയ്ക്കുന്നതിന്റെ പിമ്പിൽ നീ അറിയാത്ത ഒരു കാറ്റുണ്ടെങ്കിൽ അതിനെ ശാസിക്കാൻ എന്റെ കർത്താവ് ഇവിടെ ഉണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ചിലതിനൊക്കെ ദൈവം അതിരിടുന്നൊരു ദിവസമായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. വർഷങ്ങളായി നിന്നെ ബുദ്ധിമുട്ടിച്ച ചിലതിനെ ഇന്ന് ശാസിക്കാൻ എന്റെ കർത്താവ് എഴുന്നേക്കുക. അത് പാരമ്പര്യമാകാം, പൈശാചികമാകാം, ദുഷ്ടശക്തിയാകാം. അതിനെ കീഴടക്കാൻ ഓ കൃപ 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 തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിന്റെ കപ്പൽ യാത്രക്കകത്ത് 27-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് സ്തോത്രം 14-ാമത്തെ വാക്യത്തിൽ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങി. ഇവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിക്കണം. ഈശാനമൂലൻ എന്ന് പേരുള്ള ഒരു കൊടുങ്കാറ്റ് അടിച്ചു. അവിടെ എഴുതിയിരിക്കുക കപ്പലിന് കാറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ അടിച്ച കാറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ കർത്താവിന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. നിർത്തത്തില്ലെന്ന് പറയുന്ന ചിലതിനെ ഇന്ന് ശാസിച്ചിട്ട് നിന്നെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ പോവാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. നിർത്തത്തില്ലെന്നൊരു കാറ്റടിച്ചോണ്ടിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാ പറയാ, ആ കാറ്റ് ഇനി അടിക്കാതെ വണ്ണം അതിനെ ശാസിക്കാൻ എന്റെ ദൈവം എഴുന്നേൽക്കുകയാണ്. സ്തോത്രം സ്തോത്രം. 68-ാം സങ്കീർത്തനത്തിൽ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്, വായിക്കേണ്ട. ദൈവം എഴുന്നേൽക്കുന്നു അവന്റെ ശത്രുക്കൾ. അപ്പൊ ഒരു കാര്യം തുടക്കത്തിലേ പറയാം. നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രശ്നം നിനക്ക് വന്നാൽ ഉണർത്തേണ്ടവനെ ഉണർത്തിക്കോണം. ഓ ഗ്ലോറി ടു ഗോഡ്. ഈ പ്രാർത്ഥനയുടെ നടുവിൽ നിനക്ക് വേണ്ടി ദൈവം ഉണർന്നെഴുതാക്കട്ടെ. നിന്റെ വിഷയത്തിന്മേൽ ദൈവം എഴുതാക്കട്ടെ. അവിടെ എനിക്ക് ദൈവം എഴുന്നേൽക്കുന്നു. അടുത്ത കേട്ടോ, അവന്റെ ശത്രുക്കൾ ചിതറുന്നു. പുക പതറുന്നത് പോലെ പതറുന്നു, മെഴുകുരുകുന്നത് പോലെ ഉരുകുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഇന്ന് ചെതറേണ്ടത് ചെതറണം, അമ്മ ഉരുകേണ്ടത് ഉരുകണം, അമ്മ പതറേണ്ടത് പതറണം. കാരണം എഴുന്നേറ്റവന്റെ പേര് യേശു എന്നാ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ.
നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുമെന്ന് പറ. ഹല്ലേലൂയ. എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്നൊരു ബോധ്യം, ഈ ദിവസങ്ങളിൽ എഴുതിയിട്ടോ നിന്റെ കാര്യത്തിന് ആരോടും പറയാതെ നീ പേപ്പറിൽ എഴുതി വെച്ച വിഷയത്തിൽ എന്റെ ദൈവം എഴുന്നേക്കാൻ പോവാ. നിന്റെ ലൈഫിന് മുമ്പിൽ നിൽക്കുന്ന ശത്രു ചിതറിയോടും പതറിയോടും ഉരുകി. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് വിടുതൽ സ്വീകരിച്ച ഇവിടുന്ന് പോകാവൂ. നിന്റെ കാര്യത്തിൽ ദൈവം എഴുന്നേൽക്കട്ടെ. നിന്റെ സന്തതിയുടെ കാര്യം. എനിക്ക് തരുന്നൊരു ബോധ്യം പറയാം. ഗ്ലോറി. ഒരുമയോടെ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചിലരെ തമ്പുരാൻ ചിതറിച്ച് ഭൂമിയുടെ 4 മൂലയ്ക്ക് എറിയട്ടെ. ഞാൻ വെളിപ്പാടി കണ്ടുകൊണ്ടാ പറയുന്നത്. അവർ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി, നിനക്ക് വിരോധമായി കേസ് കൊടുത്തു, നിന്നെ ഓമി ഒതുക്കി കളഞ്ഞു. പക്ഷെ ആത്മാവ് പറയാ, ദൈവം എഴുന്നേറ്റാൽ. ബാബേൽ കോട്ടയിൽ ജനത്തിന്റെ ഭാഷ കലക്കിയ പോലെ എതിരാളിയുടെ ആശയങ്ങൾ തമ്മിൽ കലങ്ങാൻ പോവാ. എതിരാളികളുടെ ആശയങ്ങൾ തമ്മിൽ വിഘടിക്കാൻ പോവാ. കാരണം നിനക്ക് ദൈവം ഉണ്ടെന്ന് തെളിയിക്കാൻ പോവാ. അപ്പൊ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം, കർത്താവ് എഴുന്നേൽക്കും. ഗ്ലോറി ടു ഗോഡ് എന്ന് പറഞ്ഞ എന്തുവാ? കർത്താവ് എഴുന്നേൽക്കും. കർത്താവ് എഴുന്നേൽക്കും. നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നീ ഇന്നലെ രാത്രി ഉറങ്ങാതെ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം എഴുന്നേൽക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ഉപവസിച്ച വിഷയത്തിൽ ദൈവം എഴുന്നേൽക്കും. കുറിച്ചിട്ടോ ചിലതൊക്കെ ചെതറിയേ പറ്റൂ, ചിലതൊക്കെ പതറിയേ പറ്റൂ, ചിലതൊക്കെ ഉരുകിയ. ഹോളി സ്പിരിറ്റ്, ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം വ്യാപരിക്കുക, ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. ജീസസ്, നിനക്ക് വേണ്ടി ചിലതൊക്കെ ചിലർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നടക്കത്തില്ല, അത് ക്യാൻസർ ആയി പോവും. നിനക്ക് തുള്ളിച്ചാടാനുള്ള വക ഉണ്ടാകും. ദൈവം എഴുന്നേക്കാൻ പോവാ. ഇന്ന് ചിലതിനെ പൗലോസ് പോകുന്ന കപ്പലിന് കാറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ചെല്ലു പറയത്തില്ലേ, ബ്രദറെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാ ബ്രദറെ പ്രശ്നം? കാണാത്ത തലത്തിൽ നിന്നൊരു കാറ്റ് കാണുന്ന തലത്തെ ഒലച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു ദൂത് പറയാം, ദൈവത്തിന് ഒന്നും മറവായിട്ടില്ല. കർത്താവിന്റെ കണ്ണ് നിന്റെ കുടുംബത്തെ ഇളക്കുന്ന കാറ്റിനെ കാണുന്നുണ്ട്. കർത്താവിന്റെ കണ്ണ് നിന്റെ കുഞ്ഞിന്റെ മനസ്സിനെ ഇളക്കുന്ന കാറ്റിനെ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ കണ്ണ് നിന്നെ ബന്ധിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഇന്ന് പകൽ ഉണർത്തണം ദൈവത്തെ. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഇനി ഞാനൊരു ദൂതൂടെ പറയാം നിങ്ങളോട്. ചില പെട്ടെന്ന് പോകണം, എന്നാലേ ഈ ദൂത് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ കാറ്റിന് മുമ്പിൽ നിൽക്കാൻ വയ്യാത്തൊരു അന്തരീക്ഷം. ഇനി യോബിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കാറ്റുണ്ടെന്ന് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 18-19 വാക്യം. പെട്ടെന്ന് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. യൗവനക്കാരുടെ ജീവനെ കൊയ്യുന്ന കാറ്റ്. ഇനി ഞാനിവിടെ 2-3 കാറ്റുകളെ കുറിച്ച് പറഞ്ഞു. കിഴക്കൻ കാറ്റിനെ പറ്റി ബൈബിളിലുണ്ട്. അത് നിന്റെ ഉറവ വറ്റിക്കുന്ന കാറ്റ്. വേറൊരു കാറ്റുണ്ട്, നിന്റെ നന്മയെ കരിക്കുന്ന കാറ്റ്. അപ്പൊ നിന്റെ നന്മ കരിഞ്ഞോണ്ടിരിക്കുന്നു,
നിന്റെ ഉറവ വറ്റിക്കൊണ്ടിരിക്കുന്നു, നിന്റെ യാത്ര തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നീ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ ബൈബിൾ പഠിച്ച കാറ്റ. ഇനി എന്റെ യേശുവിനെ ഞാനിന്ന് വെളിപ്പെടുത്താം. അവൻ ആരാന്നറിയാമോ? കാറ്റിനകത്തിറങ്ങിച്ചെന്ന് കാറ്റിനെ ശാസിച്ചമർത്താൻ കഴിവുള്ളവനായ യേശു. ഞാൻ വെളിപ്പാട് പറയാം, നിന്റെ പ്രതികൂലത്തിനകത്തോട്ട് എന്റെ ദൈവം കാല് വെക്കാൻ പോവുകയാണ്. ഓ, എത്ര പേര് അതിന് ആമീൻ പറയും? നിന്റെ പ്രതികൂലത്തിനകത്തോട്ട്. നിങ്ങൾക്കത് മനസ്സിലാകുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വചനം ഞാൻ പറഞ്ഞുതരാം. ശിഷ്യന്മാര് വള്ളത്തെ പോയപ്പോ രാത്രിയുടെ 4-ാം യാമം, ഹല്ലേലൂയ, യഹൂദന് രാത്രിയ യാമങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. സ്തോത്രം. 1-ാം യാമം, 2-ാം യാമം, 3-ാം യാമം, 4-ാം യാമം. പകലിനെ യഹൂദൻ മണിക്കൂറുകളായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. സ്തോത്രം. 6 മണിക്കാണ് ഒരു യഹൂദന്റെ പകല് തുടങ്ങുന്നത്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി വായിക്കുന്നില്ലയോ? സ്തോത്രം. ഇത് പകൽ 3-ാം മണി നേരമേ എന്ന് പറഞ്ഞാൽ 7 മണി 1-ാം മണിയാണ്, 8 മണി 2-ാം മണിയാണ്, 9 മണി 3-ാം മണി. 6 മണി തൊട്ട് 9 മണി ദേശത്തിലെ ഇരുട്ടുണ്ടായി. അത് 12 തൊട്ട് 3 വരെയാണ്. അപ്പൊ യഹൂദൻ ഓരോ 3 മണിക്കൂറിലും പ്രാർത്ഥിക്കുന്നവനാണ് യഹൂദൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരല്ല, യഹൂദന്മാരാ. നിങ്ങൾ ഇച്ചിരിയുടെ ഗഹനമായിട്ട് ദൂതിലോട്ടൊന്നും വരാം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ 4-ാം യാമത്തിൽ, ആ യാമങ്ങൾക്ക് പല പല പേര് കൊടുത്തിട്ടുണ്ട്. രാവിലെ 3 തൊട്ട് 6 വരെയാണ് ഈ 4-ാം യാമം. ഈ 4-ാം യാമത്തിൽ ഒരു മനുഷ്യർക്ക് അടുത്തു വരാൻ വയ്യാത്ത കാറ്റടിക്കുമ്പോൾ ആ കാറ്റിനകത്തൂടെ ഒരു നടന്നു വരിക. എന്നോട് ദൈവം ഒരു കാര്യം പറയുന്നു, നിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയത്തില്ല, പക്ഷെ ആ കാറ്റിനകത്ത് ഇറങ്ങാൻ കഴിവുള്ളവൻ, നിന്റെ വെല്ലുവിളികൾക്കകത്ത് ഇറങ്ങാൻ കഴിവുള്ളവൻ, നിന്റെ പോരാട്ടത്തിനകത്ത് ഇറങ്ങാൻ കഴിവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂത് മനസ്സിലാക്കണം. വലിയ ശാന്തത ഉണ്ടാകാൻ പോവുക. എന്തുവാ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ചോരം, നിങ്ങൾക്ക് വലിയ ശാന്തത ഉണ്ടാകാൻ പോവാന്ന് പറഞ്ഞു. എഴുതിയിട്ടോ, നിന്റെ ആത്മീക ജീവിതത്തിൽ വലിയ ശാന്തത വരാൻ പോവുക. നിന്റെ ബിസിനസ്സിനകത്ത് വലിയ ശാന്തത വരാൻ പോവുക. നിന്നെ ഇളക്കിയ മുഴുവൻ കാറ്റുകളെ ഇന്ന് ശാസിക്കണം. ഈ ശിഷ്യന്മാര് കർത്താവിനെ ഉണർത്തുമ്പോ, ഇനി ഇച്ചിരി നേരം സ്വോത്രം കുറയുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഉണർത്തുമ്പോ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ അകത്തൊരു കാര്യം കിടപ്പുണ്ട്, നശിക്കുമെന്നൊരു കാര്യം. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചൊരു വിശ്വാസം പറ, നീ ഒരിക്കലും നശിക്കത്തില്ലെന്ന്. തിരിച്ചോട്ട് പറ, ബ്രദറെ, ഞാൻ 0-യിൽ കിടക്കുക, വചനം പറയുന്നു നീ നശിക്കത്തില്ല. ഒരാമീൻ വരുന്നില്ല. ഉറപ്പിച്ച ഇവിടുന്ന് എഴുതേക്കും, നീ നശിക്കത്തില്ല. ആരും നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും നീ നശിക്കത്തില്ല. ഏതു കാറ്റടിച്ചാലും നീ നശിക്കത്തില്ല. കാരണം നിന്റെ അടുക്കൽ ഒരാളുണ്ട്, അവന്റെ പേര് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുന്ന് മനസ്സിൽ ഉറപ്പ് പ്രാപിച്ച് എഴുന്നേറ്റ് പോകാവൂ, ഞാൻ നശിക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. നശിപ്പിക്കുമെന്ന് ശത്രു വാദിക്കുന്നുണ്ട്, പക്ഷെ നശിക്കത്തില്ല. ഒരാമയും വരുന്നില്ല. നശിക്കുമെന്ന് മന്ത്രവാദി വാദിക്കുന്നുണ്ട്, പക്ഷെ നശിക്കത്തില്ല. എത്ര വർഷമായി നശിപ്പിക്കാൻ നോക്കിയിട്ടും നശിക്കാത്ത രഹസ്യം നിന്റെ ചാരത്തൊരാൾ നിപ്പുണ്ട്. മനസ്സിനകത്തുനിന്ന് ആ വാക്ക് ഡിലീറ്റ് ചെയ്ത്, ഞാൻ നശിക്കത്തില്ല, നശിക്കുമെന്നുള്ള ആ വാക്ക് ഡിലീറ്റ് ചെയ്തുകളാ. രോഗം വന്നാ നശിക്കത്തില്ല, കടം വന്നാ നശിക്കത്തില്ല, പോരാട്ടം വന്നാ നശിക്കത്തില്ല. കാരണം ജീവിക്കുന്ന ക്രിസ്തുവായ എന്റെ ദൈവം. ചില എന്തേലും ഒക്കെ ഒരു ഇച്ചിരി ഫൈനാൻഷ്യൽ ലൈബിലിറ്റി വരുമ്പോൾ നമ്മൾ പറയും, ഓ ബ്രദറെ, എല്ലാം നശിക്കാൻ പോവാ. ചുമ്മാതാ, നശിക്കുകയല്ല. കാരണം നീ യേശുവിന്റെ അടുക്കലാ ഉള്ളതെങ്കിൽ,
നിനക്ക് നാശം വിതയ്ക്കാൻ വന്നവൻ എഴുന്നേറ്റ വിഷയത്തിൽ എന്റെ കർത്താവ് എഴുന്നേക്കും. ഹല്ലേലൂയ. അപ്പൊ 4-ാം യാമത്തിൽ കടലിന്റെ മീതെ കർത്താവ് നടന്നു പോവുക. ഇപ്പോൾ ഓർത്തോണം, ഉണർത്തേണ്ടവനെ ഉണർത്തിയാൽ എവിടെ നീ പ്രതികൂലം അനുഭവിക്കുന്നു ആ പ്രതികൂലത്തിനകത്തൂടെ വന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ളവനായ യേശു. ഓ ഹല്ലേലൂയ. ചിലരൊക്കെ ചോദിക്കും, എന്നെ ഈ വിഷയത്തിൽ നിന്ന് വിടുവിക്കുവോ? നിശ്ചയം വിടുവിക്കും. ഞാനിപ്പോൾ ഓർക്കുന്നത് തിരുവല്ല ഓയസ്റ്റർ കൺവെൻഷൻ സെന്റർ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരപ്പനും 2 പെൺകുട്ടികളും കൂടെ എന്നെ കാണാൻ വന്നു. മൂത്ത മോള് ഡൽഹിയിൽ നേഴ്സായിരുന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയണം. അവരപ്പുറത്തെ ഒരു റൂമുണ്ട്, ഞങ്ങൾ അവിടേക്ക് അപ്പനും അമ്മയും മക്കളും കൂടെ കയറി. ആ മൂത്ത കൊച്ചു വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പനും അമ്മയും എല്ലാരും കരയുക. ഞാൻ ചോദിച്ചു, എന്നാ കരയുന്നത്? എന്റെ മോള് ഡൽഹി നേഴ്സായിരുന്നു. ഒരു രോഗിക്ക് ഇഞ്ചക്ഷൻ എടുത്ത കൂട്ടത്തിൽ പെട്ടെന്ന് ആ രോഗിക്ക് ഫിക്സ് വന്നു. രോഗി താഴെ വീഴാതെ പിടിച്ചതാണ്. രോഗികൾ കുത്തിയിരുന്ന സിറിഞ്ച് തന്റെ ദേഹത്ത് കയറി. രോഗിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് അടുത്ത ടെസ്റ്റിനകത്ത് തെളിഞ്ഞു ഈ രോഗിക്ക് ഒരു മാരക രോഗമുണ്ട്. ആ രോഗിക്ക് പോലും അറിയത്തില്ല, ലോകത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഉടനെ അവളെ ജോലിയിൽ നിന്ന് മാറ്റിച്ച് ഡോക്ടർമാർ അവൾക്ക് ഒരു ടെസ്റ്റ് നടത്തി. ആ രോഗം അവക്കും പിടിച്ചു. ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഈ പെങ്കൊച്ചിന് ആ രോഗം പിടിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഒരാഴ്ച കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാം. ഒരാഴ്ച ടെസ്റ്റ് ചെയ്തപ്പോ വീണ്ടും ആ രോഗം. ജോലി റിസൈൻ ചെയ്ത് നാട്ടി വന്ന് 1.5 കൊല്ലമായിട്ട് പെരയ്ക്കകത്ത് കയറിയിരിക്കുക. TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥനയ്ക്ക് വന്ന് കൂടിയതാ. ഞാൻ അവരാമി ആ അപ്പന്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു, അപ്പം വിഷമിക്കണ്ട, നിന്റെ മോട പ്രതികൂലത്തിനകത്ത് ഇറങ്ങാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അവരൊരൊറ്റ യോഗം വിടാതെ പ്രാർത്ഥനകളിൽ കൂടാൻ തുടങ്ങി. അന്നൊരു ദിവസം ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കർത്താവ് ഒരു കാഴ്ച കാണിച്ചു. ഈ പെൺകുട്ടിയുടെ ദേഹത്ത് തീ കത്തും. എനിക്ക് മനസ്സിലായി, അക്ഷരീക തീയല്ല, ഒരാത്മാവിന്റെ തീ. അവൾ പരിസരം മറന്ന് തുള്ളിച്ചാടുന്നതൊക്കെ ഞാൻ കണ്ടു. ഒത്തിരി പേര് നൃത്തം ചെയ്തതുകൊണ്ട് അത് ഒറ്റയ്ക്കെടുത്തറിയത്തില്ല. പക്ഷെ ഇവിടെ മേൽ മാത്രം വെളിപ്പെട്ട തീ ഞാൻ കണ്ടു. Glory to God. ഒരാഴ്ച കഴിഞ്ഞപ്പം ഇവരെന്നെ കാണാൻ വന്നു. അപ്പൻ എന്നെ കയറി കെട്ടിപ്പിടിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ? ജീസസ്, എന്റെ മകളുടെ ടെസ്റ്റ് നടത്തി, ആ രോഗം ബ്ലഡിലില്ല. ഞാൻ എന്താ പറയാൻ പോകുന്നത്? നിന്റെ ഏത് പ്രതികൂലത്തിനകത്തോട്ടും ഇറങ്ങി വരാൻ കഴിയുന്ന യേശു. ഓ, യേശുവിന്റെ നാമത്തില് ആർക്കും എത്താൻ പറ്റാത്തടത്ത് യേശു എത്തും. ആർക്കും ശാസിക്കാൻ പറ്റാത്തതിനെ യേശു ശാസിക്കും. ഈ കാറ്റിന്റെ മുമ്പിൽ നിൽക്കണേ, എന്നോ ചെയ്യണമെന്നുകൂടെ പറഞ്ഞേച്ച് ദൂതിലോട്ട് വരാം. കർത്താവായ യേശു ക്രിസ്തു 2 പേരുടെ വീട് പണിയെ കുറിച്ച് ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുത്തൻ വീട് പണിതു, അത് മണ്ണിന്റെ പുറത്താ. മറ്റൊരുത്തൻ വീട് പണിതു, അത് പാറയുടെ പുറത്താ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി. മത്തായി 7 കേട്ടോ. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. മണലിന്മേൽ വീട് പണിതതിന്റെ ആ വീട് താഴെ പോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. എന്നാൽ ഈ കാറ്റടിച്ചിട്ടും പാറമേൽ പണിത വീടിന് കുലുക്കമില്ല. Glory to God. അങ്ങനെ അന്ന് ഒരു ദൂത് പറയാം, ഒരു കാറ്റ് നിന്നെ തകർക്കാതിരിക്കാൻ നിന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാക്കട്ടെ. പൗലോസ് പറയാ, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം പാടില്ല.
ഹല്ലേലൂയ. ഇന്ന് പകൽ അലയടിച്ചു വരുന്ന തിരകൾ ഈ യഥാർത്ഥ അടിസ്ഥാനം ഇട്ടവന് നേരെ ദോഷം ചെയ്തവരൊക്കെ മടുത്ത്. കാര്യം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഹാമാൻ എന്തോരു വലിയ പുള്ളിയാണെന്നറിയോ? അവൻ നോക്കിയപ്പോ ഈ പഠിപ്പിലിരിക്കുന്ന മോർദെഖായിയെ ചുമ്മാ ഇങ്ങനെ തോണ്ടി എറിയാന്ന് വിചാരിച്ച് തോണ്ടാൻ ചെന്നപ്പോഴാ മനസ്സിലായി അവന് ഒരു തോണ്ടിന് രണ്ട് തോണ്ടിനും ഒന്നും എറിയാൻ പറ്റത്തില്ല. ഇവനെ തോണ്ടാൻ പോയാൽ സംഭവം തിരിയും. Glory to God. അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും നിന്റെ ഹൃദയം പേടിക്കത്തില്ല. കാരണം അടിസ്ഥാനം സ്ട്രോങ് ആ. പ്രാർത്ഥിക്കുന്ന മോർദെഖായിയുടെ ജീവന് വില പറഞ്ഞ ഹാമാൻ അതേ കുരുക്കി ചെന്ന് കയറി. അതിന്റെ കാരണം പറയാം. പ്രതികൂലത്തിനകത്തും പ്രാർത്ഥിക്കുന്നവന്റെ ചാരെ ദൈവമുണ്ട്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഈ ദിവസങ്ങളിൽ ആരോടൊക്കെയാ പ്രവചിക്കുക? ചില കാര്യങ്ങൾ തിരിയാൻ പോവുക. പ്രാർത്ഥിക്കുന്ന മോർദെഖായിക്കെതിരെ കൊണ്ടുവന്ന കഴുകുമരം ഹാമാനെതിരെ തിരിഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നിനക്ക് കൊണ്ടുവരുന്ന ചില പ്രതിബന്ധം കൊണ്ടുവരുന്നവർക്ക് വേറെ കൃപ 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 കൃപ. അടിസ്ഥാനം സ്ട്രോങ് ആകട്ടെ. രോഗം വന്ന കുലുക്കമില്ല, കടം വന്ന കുലുക്കമില്ല, പോരാട്ടം വന്ന കുലുക്കമില്ല. എന്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോവാം. ശ്രദ്ധിക്കണം, വളരെ ഗൗരവമായ കാര്യങ്ങളിൽ നിന്ന് നടക്കാൻ പോവാം. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, ചിലതിനെ ശാസിക്കുന്ന ദിവസം. എത്ര പേർ റെഡിയാണ്? ദൈവം ചിലതിനെ ശാസിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിനക്കു വിരോധമായി തലപൊക്കുന്ന ചിലതിനെ കർത്താവ് ശാസിക്കാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, അതിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത്, സ്തോത്രം, ഒരു ദൂതനെ കുറിച്ച്, അതിനുശേഷം 4 ദൂതന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. വായിച്ചേ. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ ആത്മാവിൽ കാണുക, 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണുകൾ നിന്നുകൊണ്ട് കാറ്റുകളെ പിടിച്ചു നിർത്തുക. അങ്ങനെയെങ്കിൽ എനിക്കിന്നൊരു ആത്മീക ദൂതോടുകൂടെ പറയാനുണ്ട്. നിന്റെ ലൈഫിനെ തകർക്കാൻ എഴുന്നേറ്റ കാറ്റ് ഇന്ന് ബന്ധിക്കപ്പെടണം. ഓ ഗ്ലോറി ടു ഗോഡ്. ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറഞ്ഞ ശാന്തത ഈ ദിവസങ്ങളിൽ നിന്റെ പടകിൽ കിട്ടണം. ഓ, ആരോടോ ദൈവാത്മാവ് ദൂത് പറയുന്നു, എഴുതിയിട്ടോ, വലിയ ശാന്തത കർത്താവ് തരാൻ പോവുക. ഗ്ലോറി ടു ഗോഡ്. പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടെ ദൈവം ഉണ്ടെന്നും നിനക്ക് വലിയ ശാന്തത കിട്ടിയെന്നും ജനം അറിയാൻ പോകുകയാണ്. ഇനി നമ്മൾ ആ വായിച്ച വാക്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ശുശ്രൂഷയിലോട്ട് ഈ ഭാഗത്ത് നിന്ന് കൊണ്ടുവരാം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. തിരയെ ശാസിച്ചെന്നല്ല, തിര ഇളക്കി വിട്ട കാറ്റിനെ ശാസിച്ചു. ഏലിശാ പ്രവാചകന്റെ കാലത്ത് പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം, വെള്ളം പഥ്യമല്ല. പുതിയ തളികയിൽ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. പട്ടണത്തിലെ എല്ലാ ഉറവയിലും ഉപ്പിട്ടില്ല. ഒരു ഉറവ ഇട്ടപ്പം ആ പട്ടണത്തിൽ ഭൂമിക്കടിയിലൂടെ വെള്ളം ഒഴുകുന്ന സകല മേഖലയിലെ വെള്ളവും പഥ്യമായി. ഒരാമയും പറയണം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഒരു ആത്മിക സന്ദേശം കൂടെ പറയാം. നീ കാണാത്ത തലത്തിൽ ചില വിടുതലുകൾ ഇന്ന് നടക്കും. നീ സഹിക്കുന്ന പ്രശ്നത്തിന്റെ പിമ്പിൽ ആരാന്ന് നിനക്കറിയത്തില്ല. പക്ഷെ യേശുവിന്റെ കണ്ണത് കണ്ടു കഴിഞ്ഞു.
കർത്താവിന്റെ കണ്ണത് കണ്ടു കഴിഞ്ഞു. ഇനിയും അത് വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് അതിനെ ശാസിച്ചു. ചിലരോട് കർത്താവ് പറയാ, ശാന്തത വരണമെങ്കിൽ ഇന്നൊരു ശാസന നടക്കണം. Glory to God. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ഈ മാസം തീരുന്നതിന് മുമ്പ് ചിലരുടെ ലൈഫ് വലിയ ശാന്തതയിലെത്തും. സമാധാനപരമായി നീ മുമ്പോട്ട് പോകുന്ന അനുഭവങ്ങൾ വരും. നീ ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങൾ വരും. ഒരു ദുഷ്ടശക്തിയും നിന്നെ തൊടാതെ ദൈവം പരിപാലിക്കും. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് ചിലതിനെ ശാസിക്കപ്പെടണം. കാലപ്പഴക്കം ചെന്ന ദുർമന്ത്രങ്ങളെയും കാലപ്പഴക്കം ചെന്ന ആഭിചാരങ്ങളെയും എന്റെ ദൈവം ഇന്ന് ശാസിച്ചിട്ട് വലിയ ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ഒരു ദൂത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. എന്റെ ജനത്തിന് ഞാൻ വലിയ ശാന്തത കൊടുക്കും. ഓ ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ആ ശബ്ദം കേട്ടോണ്ടിരിക്കുക. എന്റെ ജനത്തിന് ഏതു വീട്ടിലിരുന്ന് നീ അസ്വസ്ഥനായോ അതേ വീടിനകത്ത് ആ വിഷയത്തിൽ യേശുവിന്റെ നാമത്തില് ഒലഞ്ഞു മറിഞ്ഞ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കർത്താവ് തരുന്നൊരു ശാന്തത. ഞാൻ വീണ്ടും കണ്ടോണ്ടിരിക്കുക, ആത്മാവി കേട്ടോണ്ടിരിക്കുക. എന്റെ ജനം ശാന്തത അനുഭവിക്കും. ചില വിഷയത്തിൽ നിന്നെ സ്വസ്ഥതയെ കെടുത്തി, ഉറക്കത്തെ കെടുത്തി, എന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ആ സ്പിരിറ്റ് ചിലർക്കൊക്കെ കാര്യം പിടികിട്ടിട്ടുണ്ട്, ചിലർക്കൊക്കെ ആത്മാവി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ട് ഒതുങ്ങാത്ത ചിലത് ഇന്ന് ശാസനയിൽ ഒതുങ്ങും. കൃപ കൃപ. ചില രോഗാത്മാവ് ശാസനയിൽ ഒതുങ്ങും. ഇന്ന് ചിലരുടെ പ്രാർത്ഥന രോഗത്തെ ജയിക്കുന്ന പ്രാർത്ഥനയാ. നിന്റെ സാമ്പത്തിക തലത്തെ ചുറ്റി അടിക്കുന്ന കാറ്റിനെ ഇന്ന് കണ്ടോ 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 ദൈവകൃപ കണ്ടോ. അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കരുത്. നിന്റെ മേൽ ചിലത് ആത്മാവി കാണുന്നു, ചിലത് ഈ മീറ്റിംഗ് ഹോളി സ്പിരിറ്റ് ഏറ്റെടുക്കുന്നു. ഇന്നും നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ശാസന, ചില ദുഷ്ടശക്തികളോട് വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. എന്റെ ജനത്തെ വിട. കണ്ടോ കണ്ടോ ചിലരെ ഭയങ്കര ദൈവ സാന്നിധ്യം മൂടുകയാ. ഹെവി അനോയിന്റിംഗ്. ക്യാൻസറിന്റെ രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് കരിഞ്ഞു പോകട്ടെ. രോഗത്തിന്റെ വൈറസ് ഇന്ന് ചിലതിനെ ശാസിക്കും. ഇന്ന് ചിലതിനെ ശാസിക്കും ദൈവം. ഇന്ന് ചിലതിനെ ഇനിയും നീ ശാന്തത അനുഭവിച്ചേ പറ്റൂ. ഇനിയും നീ ശാന്തത അനുഭവിച്ചേ പറ്റൂ. ഇനിയും നീ ശാന്തത. ഏത് പടകിൽ കരഞ്ഞോ അതേ പടകില്, ഏതു ദേശത്ത് കരഞ്ഞോ അതേ ദേശത്ത്. ആത്മാവി കാണാൻ പറ്റുമോ? നിനക്കുള്ള വിധി ദൈവത്തിൽ നിന്ന് വരികയാ.
Lord, 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 Lord. Urabahasa, പരിശുദ്ധ റൂഹായേ, രജസിഹംദന. Yes. ആരെയും ശ്രദ്ധിക്കരുത്. ഒരു ഹീലിംഗ് പവർ നിന്റെ പ്രശ്നത്തെ യേശു കണ്ടു കഴിഞ്ഞു. അനിപ്പാസ് കണ്ടില്ല, പക്ഷെ യേശു കണ്ടു. എഴുതിയിട്ടോ ഇന്ന് അതിനെ ശ്വാസിക്കാൻ. നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ജീവൻ. നിന്റെ കുഞ്ഞിന്റെ കുടുംബത്തെ ഒലയ്ക്കുന്ന കാറ്റ്, നിന്റെ ബിസിനസിനെ ഒലയ്ക്കുന്ന കാറ്റ്, നിന്റെ ഭാവിയെ ഒലയ്ക്കുന്ന കാറ്റ്. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. ദയവായി ഇരുന്നാട്ട് ഞാൻ ഈ ദൂതൊന്ന് പറയട്ടെ. ഞാൻ ഒരിക്കലും ഒരു ചർച്ചിൽ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുക. വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ചർച്ചിന്റെ വളർച്ചക്കെതിരെ അടിക്കുന്ന കാറ്റിനെ ശ്വാസിക്കാൻ പറഞ്ഞു. ഞാൻ അവിടുത്തെ പാസ്റ്ററോട് സംസാരിച്ചു. പാസ്റ്ററെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്. പാസ്റ്റർ എന്നോട് പറഞ്ഞു അത്യാവശ്യമായിട്ട് ശ്വാസിക്കണം. ഞാൻ ചോദിച്ചു എന്നാ? ഞാൻ 5ാമത്തെ പാസ്റ്റർ ഈ ചർച്ചിൽ. 5 പാസ്റ്റർമാരുടെ കാലഘട്ടത്തിൽ സഭ പൊട്ടിയിടണ്ടായി. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ അതിനെ ശ്വാസിക്കണം. എനിക്കെന്തോ ഒരു വലിയ നിയോഗം ഇന്ന് തരുക. വീണ്ടും ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. നിന്റെ പ്രതികൂലത്തിനകത്തൂടെ നടക്കാൻ കഴിവുള്ളവൻ യേശുവാ. ഞാൻ ഇന്നത്തെ പ്രസംഗത്തിന് തലക്കെട്ടിട്ട് എന്തോന്നറിയാമോ? പ്രതികൂലങ്ങളെ ശാസിക്കുന്ന ക്രിസ്തു. ഒരാമീൻ വരുന്നില്ല. ഇപ്പോൾ നീ സഹിക്കുന്ന പ്രതികൂലത്തിന്റെ പിമ്പിൽ മാനുഷികമല്ല, പൈശാചികമാണ്. ഇന്ന് അതിനെ ശാസിക്കണം. സുഗമമായി പോകേണ്ട നിന്നെ, സ്മൂത്തായി പോകേണ്ട നിന്നെ, തുള്ളിച്ചാടി പോകേണ്ട നിന്നെ, പ്രാർത്ഥിച്ച് ജീവിക്കേണ്ട നിന്നെ, അഭിഷേകം ചുമന്ന് ജീവിക്കേണ്ട നിന്നെ ഓവർ ടെൻഷനാക്കി അരുതാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിന്നെ അസ്വസ്ഥനാക്കുന്നെങ്കിൽ യേശു പറയുക, ആ കാറ്റിന് ഇന്ന് പ്രസംഗം കുറഞ്ഞാലും വേണ്ടുകയില്ല, ചിലത് ശാസിക്കപ്പെടും. ശാസിക്കപ്പെട്ടാൽ എഴുതിയിട്ടു നിന്റെ കുടുംബം അന്ന് തൊട്ട് ശാന്തത അനുഭവിക്കും.
രോഗമുള്ളവരോട് പറയാം, അടുത്ത ചെക്കപ്പ് മുതൽ നിന്റെ റിസൾട്ടുകൾ തിരിയാൻ തുടങ്ങും. നീ ഡോക്ടർമാർ അത്ഭുതപ്പെടും. റൂജാന സംധന. ആരോടൊക്കെയോ പ്രവചിച്ചു പറയുന്നു. വൈദ്യശാസ്ത്രം അത്ഭുതപ്പെടും. അനിപ്പാസ്റ്റ് പ്രവചിക്കേണ്ട, പക്ഷെ നിനക്ക് അനുഭവം ഉണ്ടാകും. ഞാൻ കാണുന്നു നിന്റെ പ്രതികൂലത്തിനകത്തൂടെ യേശു. ചൂടെ പ്രധാനമായ കാര്യം പറയട്ടെ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയേച്ചു പറ, പ്രതികൂലങ്ങൾ ശാസിക്കപ്പെടാൻ സമയമായെന്ന് പറ. നീ ഏത് വിഷയത്തിൽ ഒലഞ്ഞോ ആ വിഷയത്തിൽ നിന്റെ കുടുംബത്തിൽ പോലും ആരും അനുഭവിക്കാത്ത ശാന്തത. വാക്ക് പറഞ്ഞ് ശാന്തപ്പെടുത്തുവല്ല, അനുഭവം ഉണ്ടാകും. നിനക്ക് ശാന്തത ലഭിച്ചു എന്ന് എന്നോട് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പ്രസംഗം ഉണ്ടാക്കി പ്രസംഗിക്കുവല്ല. നിങ്ങൾ നോക്കിയേ, ശാസിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ കാണും, അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. കാറ്റ് അമർന്നു, വലിയ ശാന്തത. ഒന്ന് പറഞ്ഞ, കാറ്റ് അമർന്നു. യേശുവിന്റെ വാക്കുകളുടെ മുൻപിൽ കാറ്റ് അമർന്നു. യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ വലിയ ശാന്തത വെളിപ്പെട്ടു. ഇച്ചിരുടെ ഗഹനോട് പറയാം. 41-ാമത്തെ വാക്യം, അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. ശിഷ്യന്മാരുടെ അകത്ത് ഒരു ചോദ്യം, ഇവൻ ആരാ? അത് പറയാനായി പ്രസംഗം എടുത്ത ഇവൻ ആരാ? ഒരിക്കൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ആരും സ്വതന്ത്രം കെട്ടിയിട്ടേക്കുന്നൊരു കഴുതെ അഴിച്ചോണ്ട് വരാൻ പറഞ്ഞു. ആരാനും വെല്ലോം ചോദിച്ചാൽ കൊണ്ടുപോടാന്നൊന്നും പറയരുത്. കർത്താവിന് ഇവനെ കൊണ്ട് അത് പറഞ്ഞ വിട്ടയക്കും. കഴുത എന്നും ചോദിക്കുക, ലോകത്തിൽ ഒരു കഴുതയും കെട്ടിയിട്ടില്ല, എന്നെ എന്തിനാ കെട്ടിയേക്കുന്നേ പറയാം. ഒരു കഴുതയ്ക്ക് മേലും ഇല്ലാത്ത മഹത്വം നിനക്ക് വരാൻ പോവാ. ഗ്ലോറി. ചിലർ ചോദിക്കുന്ന, അപ്പുറത്തെ പാപ്പച്ചന് ഇപ്പുറത്തെ ചിന്നമ്മയ്ക്ക് ഒരു കെട്ടുമില്ല, എന്നെ എന്തിനാ കെട്ടിയേക്കുന്ന പറയാ. ഈ കെട്ടിന്റെ പിറകിൽ ഒരു മഹത്വമുണ്ട്. ഈ കഴുത ഇങ്ങനെ ഒരു കെട്ടിയിട്ടൊക്കെ നടത്തി നിന്നുമ്പോ തീറ്റയൊക്കെ വല്ലപ്പോഴേ കിട്ടും. ആടിന് ചൊവ്വേ തീറ്റ കൊടുക്കുന്നത്, പിന്നെ കഴുതിക്ക് കൊടുക്കും. പിന്നെ വല്ലപ്പോഴും ഒക്കെ എന്തേലുമൊക്കെ കിട്ടും. ഈ വൃക്ഷത്തിന്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിൽ ഒലഞ്ഞാടുമ്പോ ഈ കഴുതയ്ക്ക് ആർത്തി കൊണ്ട് ചോദിക്കും, എന്നേലും എനിക്കിത് കിട്ടുമോ? കൊതിച്ചതെല്ലാം കൊതിച്ചിരിക്കുക, കിട്ടുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ ശിഷ്യന്മാര് വന്ന് കെട്ടടിച്ചു. ശിഷ്യന്മാർ വസ്ത്രം കഴുതയുടെ പുറത്തിട്ടു. യേശു കഴുതപ്പുറത്ത് കയറി. അന്നേരം ഒരു സംഭവം നടന്നു. ജനങ്ങൾ ചാടി മരത്തെ കയറി, മരത്തിന്റെ ചില്ലകൾ വെട്ടി കഴുതയുടെ മുമ്പിലിട്ടു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മതി. ഇന്നലകളിൽ കഴുത കൊതിച്ചതെല്ലാം കേറേണ്ടവൻ കേറിയപ്പോൾ തന്റെ കൺമുമ്പിൽ വന്ന് വീണു. ഗ്ലോറി, ഗ്ലോറി. ഒരു കാലത്ത് ചോദിച്ചതും ഒരു കാലത്ത് ആഗ്രഹിച്ചതുമെല്ലാം നിന്റെ കാൽച്ചുവട്ടി വരണമെങ്കിൽ നസ്രയൻ നിന്റെ മേൽ.
രജാ സദക്ഷനാ. നിന്റെ ജീവിതം മാറാൻ ആഗ്രഹമുണ്ടോ? ഒരുവൻ നിന്റെ മേൽ നടകൊള്ളണം. എന്തോ അനുഗ്രഹം കിട്ടിയാലും ചിലപ്പോ ഹോട്ടലിൽ കഴിക്കാൻ ചെന്നാലും കൈ പൊക്കി പിടിക്കും. അതിനർത്ഥം ഇതിന്റെ എല്ലാം പിമ്പിൽ യേശുവാ. ഒരാമയും പറ, ഒരാമയും പറ. യേശു എന്ന 2 അക്ഷരം മാറ്റിയാൽ നീ സീറോയാ. നിന്റെ സീറോയ്ക്ക് ഇപ്പുറത്തെ 1 യേശുവാ. സാത്താൻ കുറെ 0 ഇട്ട് 1 0 2 0 4 0 5 0 8 0 10 0 അതിനപ്പുറത്ത് ഈ 0-ന് വിലയുമില്ല. പക്ഷേ യേശു അപ്പുറത്ത് വന്നപ്പോൾ 0-ന് വിലയായി. നിന്റെ ലൈഫിൽ അവനിട്ട മുഴുവൻ സീറോയും നിനക്ക് ഗുണമാകണം. നിനക്ക് ഒരുവൻ നിന്റെ അടുക്കൽ വേണം. അവന്റെ പേരാ യേശു. പെട്ടെന്ന് നിങ്ങൾ നോക്കിയേ, യെരൂശലേമിലോട്ട് കേറിയപ്പോ നഗര ഇളകി. എല്ലാരും കൂടെ ദാവീദ് പുത്രന് ഹോശന്ന. ഹോശന്ന എന്ന വാക്കിന്റെ അർത്ഥം പറയാം, ഇപ്പോൾ രക്ഷിക്കോ. നഗരം മുഴുവൻ ഇളകി. മുമ്പും പിമ്പും നടന്നവർ ദാവീദ് പുത്രന് ഹോശന്ന. നഗരം ഇളയപ്പോ നാട്ടുകാർ ചോദിക്കുക, ഇവനാരാ? പട്ടണത്തെ ഇളക്കുന്നവനാരാ? കൂടെ നടന്ന അത്ഭുതം കണ്ട ശിശുമാരെയൊക്കെ കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. ഇവനാരാ? ലോകത്തിന് ഇന്നും പിടികിട്ടാത്ത ചോദ്യം, യേശു ആരാ? ഞാനൊരു ദൂത് പറയാം. നിന്റെ പ്രതികൂലത്തിന്റെ അറ്റം വരെ വന്ന് ആ പ്രതികൂലത്തെ ശാസിച്ച് ശാന്തത കൽപ്പിക്കാൻ കഴിവുള്ള യേശു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. യേശുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോ നിന്റെ എന്റെ അകത്ത് ധാരാളം കഴിവ് വെച്ചാ ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. ആ കഴിവ് നിനക്ക് പ്രയോജനമില്ല. യെശയ്യാ പറയുന്നുണ്ട്, ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ, നീ തോറ്റടത്തുനിന്ന് തമ്പുരാൻ നിന്നെ എടുത്തേക്കുവാ ശുഭകരമായി പ്രവർത്തിക്കാൻ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചതിലോട് ദൂത് പറയാം, നിന്റെ അകത്ത് ധാരാളം കഴിവ് ദൈവം വെച്ചിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ കഴിവിന്റെ കൂടെ യേശുവിടെ ചേർന്നാൽ നിന്റെ ജീവിതം മാറും, നിന്റെ അവസ്ഥ മാറും, നിന്റെ സാഹചര്യം മാറും, നിന്റെ സ്ഥിതി. ഇന്നീ ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഒരു പ്രവചനം പ്രവചിച്ച് പ്രാർത്ഥിക്കും. പ്രവചനം കേട്ടോ, നിന്റെ പ്രതികൂലത്തിനകത്ത് ഇറങ്ങി വന്നു ആ പ്രതികൂലത്തെ ശാസിച്ച് നീ ആഗ്രഹിച്ച ശാന്തത നിന്റെ കുടുംബത്തിൽ വരുത്താൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് അടുത്ത ദിവസത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് തെളിയത്തക്ക അടയാളം. ആദന ശതനബഹംസ. എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ലമന സഥനബ. നിന്റെ പ്രതികൂലത്തിനകത്ത് ദൈവം ഇറങ്ങും. ഇനി ഞാനൊരു വാക്ക് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ആരോടും തുറന്നു പറയാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നവരോട് ഞാൻ പറയാം, ഇന്ന് തൊട്ട് നീ കേൾക്കുന്ന ഓരോ വാർത്തയും നിനക്ക് ശാന്തത തരുന്ന വാക്കുകളായി. ഏതു കാര്യത്തിൽ നീ ടെൻഷനായോ അതേ കാര്യത്തിൽ ദൈവം നിന്റെ ലൈഫിനെ തിരിച്ച് കേൾക്കുന്ന ഓരോ വാക്കും, ഓരോ സംസാരവും, ഓരോ റിപ്പോർട്ടും, ഓരോ വിധികളും നിനക്ക് ശാന്തത തരുന്നതായിരിക്കും, ശാന്തത തരുന്നതായിരിക്കും. മുടങ്ങിക്കിടന്ന പലതും റീസ്റ്റാർട്ട് ചെയ്യും.
ഓ! കൃപ 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 കൃപ. എന്നോട് കർത്താവ് അങ്ങനെ പറയുന്നു, ഇതുവരെ അനുഭവിക്കാത്ത ശാന്തത